അദ്ദേഹം കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിരുന്നു, കഴിഞ്ഞ തവണത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു. അവിടെ ഉണ്ടായ തർക്കം മൂലം അദ്ദേഹം കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. ഈ കക്ഷിനില വന്നപ്പോ 8 അംഗങ്ങൾ UDF-നും 2 അംഗങ്ങൾ വിമതരും വന്നപ്പോ ഈ വിമതരുമായി കോൺഗ്രസ് നേതൃത്വം സംസാരിച്ചു. അവരോട് കോൺഗ്രസിനൊപ്പം നിൽക്കാൻ പറഞ്ഞു. അവർ നിൽക്കാൻ തയ്യാറായി. അങ്ങനെ ഈ ശ്രീ KR ഔസേഫും ടെസി ജോസഫ് അടക്കമുള്ള ആളുകൾ കോൺഗ്രസുമായി ചേരാൻ തയ്യാറായി. 26-ാം തീയതി അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കൂടിയ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ ഈ KR ഔസേഫ് പങ്കെടുത്തു. അതിനുശേഷമാണ് KR ഔസേഫ് അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റുന്നത്. മാറ്റാനുണ്ടായ സാഹചര്യം ഞാൻ പറയട്ടെ വസീഫ, താങ്കൾ കുറെ നേരമായല്ലോ. ഞാൻ പറയട്ടെ, എന്റെ പോയിന്റ് പൂർത്തീകരിക്കട്ടെ. താങ്കൾ ഇങ്ങനെ പിള്ളേർ കോക്കറി അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം പൂർത്തിയാക്കിയ അല്ല, അവസാനം ശരിക്കും എനിക്കല്ലേ തരേണ്ടത്? ഉത്തരം കഴിഞ്ഞു, സമയം കഴിഞ്ഞു, നമ്മുടെ സമയം ഇപ്പൊ തന്നെ കഴിഞ്ഞു. അപ്പം പൂർത്തിയാക്കട്ടെ പ്ലീസ്. ഞാൻ വളരെ കൃത്യമായി CPM നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഇദ്ദേഹത്തെ കുതിര കച്ചവടം നടത്തി നിങ്ങൾ കൊണ്ടുപോയി. അതാണ് സംഭവിച്ചത്. അത് അദ്ദേഹം തന്നെ ഇപ്പോ സമ്മതിച്ചു. കാരണം എന്താ, 26-ാം തീയതി കോൺഗ്രസ് യോഗത്തിൽ അദ്ദേഹം തന്നെ പങ്കെടുത്തു. 26-ാം തീയതി കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുത്തു. ആത്യന്തികമായ ഒറ്റ തീരുമാനമേ ഉള്ളൂ. ആ തീരുമാനം ഇവരെടുത്ത 8 അംഗങ്ങളും എടുത്ത തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ അവർ പാർട്ടിയുടെ ഭാഗമായിരിക്കില്ല. പക്ഷെ അവരുമായി ചർച്ച നടത്തി പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചാൽ ഞങ്ങളുടെ തീരുമാനം പുനഃപരിശോധിക്കും. ഇല്ലായെന്നുണ്ടെങ്കിൽ അവർക്ക് പാർട്ടിയിൽ സ്ഥാനമില്ല. SDPയുമായും BJPയുമായും സഖ്യം ചേരുന്ന ഏത് സ്ഥാനം വാങ്ങിക്കുന്ന ഒരാൾക്കും ഈ പാർട്ടിയിൽ ഒരു സ്ഥാനവും ഉണ്ടാവില്ല. കൃത്യമാണ് നിലപാട്, വ്യക്തമാണ് നിലപാട്, ശക്തമാണ് നിലപാട്. നമ്മൾ